കയറി വരൂ, പുറത്തേക്ക് വരൂ, വരൂ, പെട്ടെന്ന് വരൂ, മുകളിലേക്ക് വരൂ. നമ്മൾ ഡെയിലി ലൈഫിൽ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്രേസസ് പഠിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? നമ്മൾ മലയാളം സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് ആഡ് ചെയ്തിട്ട് സംസാരിക്കാം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? നമ്മൾ പറയാനൊരു പ്രാക്ടീസ് ആവും. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്കതൊരു പ്രാക്ടീസും അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും നമ്മളെ. അപ്പോൾ നമുക്ക് ഈ ഫ്രേസസിൻ്റെ ഇംഗ്ലീഷ് മീനിങ്സ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഫ്രേസ് കയറി വരൂ. വരൂ, വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്കറിയാമല്ലോ, കം എന്നാണ് വരിക എന്ന് പറയാം. സോ കയറി വരൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ അകത്തോട്ട് വിളിക്കുകയാണ്, അകത്തോട്ട് കയറി വരൂ. സോ അകത്തോട്ട് എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഇന്നെന്ന് പറയും. സോ കയറി വരൂ എന്തായിരിക്കും? കമൻ. നെക്സ്റ്റ് ഫ്രേസ് വരുന്നത് പുറത്തേക്ക് വരൂ. പുറത്തേക്ക് വരൂ എന്ന് പറയുമ്പോൾ നേരത്തെ കയറി വരൂ, കമ്മിൻ, അകത്തേക്ക് വരൂ എന്നുള്ളത്. പുറത്തേക്ക് വരൂ എന്നുള്ളപ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഔട്ട്. സോ കം ഔട്ട്. നെക്സ്റ്റ് വെറും വരൂ. വരിക എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞു കം. വരൂ എന്നുള്ളതിന് നമ്മൾ കം ഓൺ എന്നാ പറയാം. നമ്മൾ വരൂ, കം ഓൺ എന്നൊക്കെ പറയില്ലേ? സോ അതാണ് വരൂ. നെക്സ്റ്റ് ഫ്രേസ് വരുന്നത് പെട്ടെന്ന് വരൂ. പെട്ടെന്ന് എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? വരൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വരിക എന്താണെന്ന് നമുക്ക് അറിയാം, ഇപ്പോൾ കമ്മാണ്. അപ്പോൾ പെട്ടെന്ന് വരൂ എന്നുള്ളതിനെ നമ്മൾ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്. സോ കം ഫാസ്റ്റ് എന്ന് പറയാം. ലാസ്റ്റ് ഫ്രേസ് എന്താ? മുകളിലേക്ക് വരൂ. മുകളിൽ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പ്. സോ മുകളിലേക്ക് വരൂ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കം അപ്പ് എന്ന് പറയും. അപ്പോൾ ഇന്ന് പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ മനസ്സിലായെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.